നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 11-ാം തീയതി, 1200-ാം ആണ്ട് കുംഭമാസം 27-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ആയില്യം നക്ഷത്രമാണ്. ഇന്നത്തെ ഉദയ നക്ഷത്രം വന്നിരിക്കുന്നതും ആയില്യം. ആയില്യം എന്ന് പറയുന്ന പൊതുവേ ശുഭനക്ഷത്രമല്ല, അപ്പോൾ ശുഭദിനവുമല്ല. ചൊവ്വ എന്ന് പറയുന്നത് ശരിക്ക് ഇന്ന് ചൊവ്വയ്ക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ദിവസമാണ്. ഓരോ ദിവസം ഓരോ ഗ്രഹങ്ങൾക്ക് വിധിച്ചു കൊടുത്തിട്ടുണ്ട്. 7 ദിവസവും 7 ഗ്രഹങ്ങൾക്കായി കൊടുത്തിരിക്കുകയാണ്. നവഗ്രഹങ്ങളിൽ രാഹു കേതുക്കൾക്ക് സ്വന്തമായി വീടില്ല എങ്കിലും മറ്റ് ഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അവർക്ക് ഓരോ ദിവസം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചൊവ്വ എന്ന് പറയുമ്പോൾ ശരിക്ക് ചൊവ്വയുടെ എനർജി ശരിക്കും നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നക്ഷത്രം നമുക്ക് ശുഭമല്ല, ദിവസവും അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഓരോ കാര്യത്തിനും വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചിടപെടുന്നതാണ് നല്ലത്. കാരണം ചൊവ്വ ശത്രുഗ്രഹമായതുകൊണ്ട് ശത്രുത ഉണ്ടാവാം. അതുപോലെ ചെറിയ വീഴ്ച, ചതവ്, മുറിവൊക്കെ വരാം, ആക്സിഡൻ്റ് ഉണ്ടാവാം, തീപ്പൊള്ളലേക്കാം. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കണം. ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ വഴക്കുണ്ടാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഒഴിഞ്ഞു കളയണം. മേലുദ്യോഗസ്ഥർ എന്തെങ്കിലും പറഞ്ഞാലും കീഴുദ്യോഗസ്ഥനാണ് നമ്മളെങ്കിൽ ക്ഷമിച്ച് കളയണം. മേലുദ്യോഗസ്ഥനാണെങ്കിൽ കീഴുദ്യോഗസ്ഥരുടെ ഒന്ന് ക്ഷമിച്ച് സഹിച്ച് കൊണ്ടുപോകണം. കാരണം എന്തെങ്കിലും ദേഷ്യം വന്നാൽ അത് ഇന്നിപ്പോൾ പറഞ്ഞങ്ങ് തീരും, നാളെ അവർ വിടില്ല. അവർ മനസ്സിൽ വെച്ച് നമ്മളോട് പെരുമാറും. നമുക്ക് സമയദോഷമായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. കുംഭമാസത്തിലെ ആയില്യ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു വർഷം അത്ര നല്ലതല്ല. ആക്സിഡൻറ്റ് വരാം, അതുപോലെ സർജറിക്ക് വിധേയമാവാം, കേസ് വഴക്കുകൾ വരാം, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായി കേസുണ്ടാവാം, അതുപോലെ തീപ്പൊള്ളലേക്കാം, ഇലക്ട്രിസിറ്റിയാൽ അപകടം വരാം. ഇതൊക്കെ ഉണ്ടാവാൻ ഇടയുള്ള സമയമായതുകൊണ്ട് നമുക്ക് ഇതിനെ അതിജീവിച്ച് പോകണം. ഒരു ദിവസത്തെ ഫലമാകുമ്പോൾ ഈസി, ആ ദിവസം ഇന്നത്തെ ദിവസം വേണമെങ്കിൽ ഞാൻ ഒന്നിനും പോകാൻ നിൽക്കാം. പക്ഷേ ഒരു വർഷമൊക്കെ നമ്മൾ വിട്ടുപോകും. ഒരു വർഷത്തെ ഫലമൊക്കെ ആകുമ്പോൾ നമുക്ക് പരിഹാരം ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മറന്നുപോകും. എനിക്ക് സമയദോഷമാണ് എന്നുള്ള കാര്യം മറന്നുപോകും. അതുകൊണ്ട് നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്കിതിൽ നിന്ന് അതിജീവിച്ച് പോകാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമി, ചൊവ്വയുടെ ദേവനാണ് മുരുകൻ. സർവ്വസൈന്യാധിപനായ മുരുകന് മാത്രമേ ചൊവ്വയെ പിടിക്കാൻ ശക്തിയുള്ളൂ. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തുക. ഇല്ലെങ്കിൽ മാതാവായ പാർവതി ദേവിക്ക് അല്ലെങ്കിൽ ഭദ്രകാളി ദുർഗാക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കുക. ചൊവ്വാഴ്ച വ്രതാനുഷ്ഠാനത്തോടുകൂടി ഇരിക്കുക. മത്സ്യമാംസാദികൾ കഴിക്കാതെ ശുദ്ധവൃത്തിയായിട്ടിരിക്കുക. അതിനൊപ്പം തന്നെ ഒരു സുബ്രഹ്മണ്യ സ്വാമി യന്ത്രം അപകടങ്ങളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ഒരു വർഷത്തേക്ക് ഒരു ചൊവ്വ കവചം അണിയുക. അപ്പോൾ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിക്കാനും അങ്ങോട്ട് ഐശ്വര്യഫലത്തെ പ്രദാനം ചെയ്ത് തരാനും സഹായിക്കും. അതുപോലെ ഇന്നും നമുക്ക് സമയം നല്ലതല്ല. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി ഇറങ്ങണം. കാരണം രാഹു ഉണർന്നിരിക്കുന്ന സമയം, രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ നല്ല ദിവസമല്ല, അതിൽ കൂടി സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകുന്ന സമയത്ത് ഇറങ്ങിയും കൂടി ചെയ്താലോ കൂടുതൽ ദോഷങ്ങളൊക്കെ വരും. അതുകൊണ്ട് രാഹുകാല സമയം നോക്കി വേണം പോകാൻ. 1:30 മണി മുതൽ 3 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം ശരിക്ക് 3 മണി മുതൽ 4:30 മണി വരെ എന്നാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഹുകാല സമയം 3:33 ആരംഭിക്കുകയുള്ളൂ, 4:30 തീരത്തില്ല, 5 മണി 3 മിനിറ്റിനെ അവസാനിക്കുകയുള്ളൂ. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് രാഹുകാല സമയം. അതുപോലെ ഗുളികനും യമകണ്ഠനും ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ല. കാരണം പ്രപഞ്ചത്തിലെ എല്ലാ ദിവസവും ആ സമയത്ത് നെഗറ്റീവ് എനർജി കൂട്ടും. ഇപ്പോൾ ചൊവ്വയുടെ ദിവസം തന്നെ നെഗറ്റീവ് എനർജി കൂട്ടുക എന്ന് പറഞ്ഞാൽ ചൊവ്വ തന്നെ നെഗറ്റീവാണ്. അതിൻ്റെ കൂടെ നെഗറ്റീവ് എനർജി ഇരട്ടിക്കും. അപ്പോൾ ഈ സമയമാണ് ശരിക്കും ഗുളികകാല സമയം 12:35 തൊട്ട് 2 മണി വരെയും. യമകണ്ഠ കാല സമയം വരുന്നത്
9:36 തൊട്ട് 11:05 വരെയും. സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. 12:11 തൊട്ട് 12:59 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഈ സമയം ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ശുഭകാര്യങ്ങളും ചെയ്യാം. കാരണം ഒരു കവചം സൃഷ്ടിച്ച് ആ സമയത്തെ നമുക്ക് മറ്റ് ദോഷങ്ങളൊന്നും ഏക്കാതെ ഇതിനകത്തൊരു കവചം ഉണ്ടാക്കി നമ്മളെ സംരക്ഷിക്കും. അതുകൊണ്ട് നമുക്ക് എടുത്തേ തീരുള്ളൂ എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ ഈ സമയം തിരഞ്ഞെടുക്കുക. അതുപോലെ ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ചൊവ്വയുടെ നെഗറ്റീവ് അകലാനും ചൊവ്വയിൽ നിന്ന് പോസിറ്റീവ് എനർജി സിദ്ധിക്കാനും നമുക്ക് റെഡ് കളറുമായിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും. ചുവപ്പ് മിക്സ് ആയിട്ടുള്ളതോ വസ്ത്രം നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു ദോഷവും വരാതെ സർവേശ്വരൻ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.